വിചാരമുണ്ട് ഈ കഥയിലെ നായകൻ നീയാണ്, പക്ഷെ ഈ കഥയിലെ വില്ലൻ നീയാണ്. അയ്യാ ഓടാൻ വയ്യ. അവനെന്തിയടാ? അവനാ വഴിതെറ്റി ആ കാട്ടിലോട്ട് ഓടിക്കയറിയിട്ടുണ്ട്. ഇതാ മടത്തിലാശൻ്റെ വീടാ. ഞാൻ ആദ്യം പോയി സംസാരിക്കാം, നിങ്ങൾ പുറകെ വന്നാൽ മതി. എനിക്കറിയാം നീ വരുമെന്ന്. ആശാനെ രക്ഷിക്കണം, ഒരബദ്ധം പറ്റിപ്പോതാ. പഞ്ചമിത്ര അത് മരണം പതിയിരിക്കുന്ന സ്ഥലമാണ്, പക്ഷെ നീ എന്നെ ചതിച്ചു. രക്ഷിക്കണം. പഞ്ചമിത്രയിലെ നിധിയും ശക്തിയും ഞങ്ങളുടേത്. അത് എടുക്കണമെങ്കിൽ ഞങ്ങളെ കൊണ്ടും പറ്റില്ല. നീ നിന്റെ കൂട്ടുകാരെ ചതിച്ചു. കൂടെ ഇന്ന് ചതിക്കുന്നതാണോ? ഞാൻ നിങ്ങളാരും ചതിക്കണം വിചാരിച്ചത് കൊണ്ടുപോയല്ല. പഞ്ചമിത്തറ നിധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടത്തില്ല. അതിനുവേണ്ടി ചെയ്തോ? ആശാനെ, ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. പഞ്ചമിത്ര ഞങ്ങൾ ഓടി വഴി ഞാൻ വീണു. വീഴ്ച ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കൽവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. ആ തെളിഞ്ഞു നിൽക്കുന്ന കൽവിളക്കിന്റെ വട്ടത്തിൽ ഞാൻ മുടിയഴിച്ചിരിക്കുന്ന രൂപത്തെ കണ്ടു. അത് അവളാണ് പഞ്ചമി. ആറ്ററയിൽ ചോര കൊണ്ട് എഴുതി ചേർത്ത സത്യം. രാജേഷേ, നിനക്കൊരു വിചാരമുണ്ട് ഈ കഥയിലെ നായകൻ നീയാണ്, പക്ഷെ ഈ കഥയിലെ വില്ലൻ നീയാണ്. പഞ്ചമി നീ ദേശത്തിന്റെ ദേവതയാണ്, ഇവിടുത്തെ ജനങ്ങളെ കാക്കുന്ന ദേവത.